ശ്രീ ഉല്ലാസ് ബാബു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ലൈംഗിക അരാജകത്വത്തെക്കാൾ ഏറെ ഗുരുതരമുള്ളതായി അതിൽ വിശേഷിപ്പിച്ചിരുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ലഹരിയുടെ ഉപയോഗം. അതിന്മേൽ തുടർന്ന് സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ നടപടിയെടുക്കാൻ എത്ര നാൾ ആ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതുമൊക്കെ നമ്മൾ കണ്ടതാണ്. താരങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ താരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മുട്ടിടിക്കുന്നത് സർക്കാർ തലത്തിലെ ഭരണ നേതൃത്വത്തിനുമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായതുമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ നിർബാധം ഈ ലഹരിയുടെ ഉപയോഗം സിനിമാ മേഖലയെ കാർന്നു തിന്നുമ്പോഴും ഒരു വിഭാഗം ഇത് ബോധപൂർവം ഈ ലഹരി സിനിമാ മേഖലയിലേക്കും അതോടൊപ്പം സിനിമ വഴി നമ്മുടെ സമൂഹത്തിലേക്കും പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രൊഡ്യൂസർമാരും സംവിധായകരുമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ലഹരി മുക്ത പ്രതിജ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക ഒരിക്കൽ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ഈ സെറ്റുകളിലടക്കം പരിശോധന നടത്താൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞത്. അങ്ങനെ നിരന്തരം ലഹരിക്കെതിരെ വാഗ്ധോരണി നടത്തുകയും പക്ഷേ ഒരക്ഷരം പോലും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തി പോലും അതിനെതിരെ നടത്തുകയും ചെയ്യാത്ത ഒരു സമൂഹത്തിലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, ഫെഫ്ക പ്രതിജ്ഞ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഫെഫ്ക പറഞ്ഞ ഓമാർ കേൾക്കില്ല. നമ്മളിതിൽ ഈ മേൽത്തട്ടിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോഴും. കാരണം എന്താണ്, ആർക്കൊരു പ്രയാസം വേണ്ട. ആ നടൻ്റെ പേര് പറഞ്ഞാൽ ആ നടന് പ്രയാസമാവും, ഈ നടൻ്റെ പേര് പറഞ്ഞാൽ ഈ നടന് പ്രയാസമാവും. നടനോ നടിയോ പേര് പറഞ്ഞാൽ അവർക്ക് പ്രയാസമാകേണ്ട. അപ്പം അതുകൊണ്ട് മുഖ്യധാര നടന്മാർ, നടിമാർ എന്ന് നമ്മൾ വിളിക്കപ്പെടും. അത് കഴിഞ്ഞ് സംവിധായകന്മാർ, ഇവരൊട്ടും പുറകിലല്ല. തിരക്കഥാകൃത്തുകൾ, ഇവരും ഒട്ടും കുറവുകാരല്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ, അവരും പുറകോട്ടല്ല. അപ്പം ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയപ്പെടുന്ന ഒരു വിനോദോപാധിയെ അതിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇത് ഈ ഒരു വലിയൊരു ശൃംഖലയുടെ പേരിൽ എന്ന് പറയുമ്പോൾ മാഫിയയുടെ കൈകളിലേക്ക് പോയി. അതിൻ്റെ പിന്നിൽ സാമ്പത്തികമുണ്ടാക്കുക എന്ന് പറയപ്പെടുന്ന ആത്യന്തിക ലക്ഷ്യം ബിസിനസ് പരമായിട്ട് അതിനകത്ത് ഉണ്ട് എങ്കിലും ഇതൊരു മേള നടത്താൻ അല്ലെങ്കിൽ ലഹരിയുടെ ഒരു വേളയാട്ടം നടത്താനുള്ള ഒരു കേന്ദ്രമായി മാറുകയാണ്. പലരും ഇതിനെ ന്യായീകരിക്കും. സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഈ പൊടി വലിച്ചിട്ട് അന്തും കുന്തും പോയിട്ട് പിന്നെ പൊടി വലിച്ചാലാണ് അഭിനയിക്കാൻ വരുള്ളൂ അത്ര. എനിക്ക് മനസ്സിലായില്ല. പണ്ടത്തെ കാരണന്മാരൊക്കെ ബീഡി വലിച്ചിട്ടും ചായ കുടിച്ചിട്ടൊക്കെ കാലത്ത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റുന്നതായിട്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഇവന് പൊടി വലിച്ചാലാണ് ഇവന് ക്രിയേറ്റിവിറ്റി പ്രവർത്തിക്കുകയുള്ളൂ, പൊടി വലിച്ചാലേ അഭിനയം വരികയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല കേരള സമൂഹത്തിനോട് എന്താണ് ഇവർ പറയുന്നത് എന്ന്. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് സംവിധായകന്മാർ. പൊടി വലിച്ചോട്ടെ, എന്നാലേ അവന് സാധനം കിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ടീം വർക്കാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഇതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ സമൂഹത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയെ തകർത്ത് തരിപ്പണമാക്കി ഇതിനകത്ത് ബന്ധങ്ങളില്ല. അപ്പോൾ സിനിമയ്ക്കകത്ത് അമ്മയുണ്ടോ? സിനിമയ്ക്കകത്ത് പണ്ടത്തെ പോലെ കഥാപാത്രങ്ങളൊന്നുമില്ലല്ലോ, വയലൻസ് മാത്രമാണുള്ളത്. അതിനകത്ത് പാട്ടുകളൊക്കെ ഉണ്ട്. ഇന്നാളെ ഞാനൊരു ഒരു ബർത്ത്ഡേ പാട്ട്, ഒരു ആൽബം ഞാൻ കണ്ടു. എന്താണ്, വരൂ നമുക്ക് ഈ പിറന്നാളിന് ജോയിൻ്റ് അടിക്കാം. അത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഒരു പാട്ട് നമ്മൾ ഇതിന് മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്താണുള്ളത്? ചോര കൊണ്ട് സോഡാ സർബത്ത് അടിച്ചു കൊടുക്കാം. പാട്ടിൻ്റെ വരികളാണിത്. അതിൽ അംഗീകരിക്കാൻ പറ്റുമോ? പേന കൊണ്ട് നാവിൽ കുത്തി ഹരിശ്രീ. അതിന് വലിയ സംഭവമായിട്ട് അങ്ങ് പാടില്ല. ഇത് എഴുതുന്നവൻ്റെ കയ്യിലൊരു സൂത്രപ്പണിയില്ലേ. അപ്പോൾ ഇത് എഴുതിയവൻ ഗംഭീരനാണെന്ന് പറഞ്ഞു, ഒരു വലിയ പാട്ടെഴുത്തുകാരൻ, ഒരു വലിയ ഗായകൻ. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് സാധകം ചെയ്ത കുട്ടിയാണ് എൻ്റെ കൊച്ചുമകൻ എന്നൊക്കെ പറഞ്ഞു. സാധകം ചെയ്യുന്നതിന് പകരം നാവിൽമേ ചോര കൊണ്ട് പേന കത്തി കൊണ്ടൊക്കെയാണ് കുത്തി കൊടുത്തത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇതിനെ അടിമകളാക്കിക്കൊണ്ട് ഈ സിനിമയിൽ എന്താണ് നമ്മൾ ഓടിപ്പോകുന്നത്? ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഷൈൻ ടോം ചാക്കോ എന്നും പറഞ്ഞിട്ട് എന്തിനാണ് പുറകോടിയത്? അപ്പോൾ അതിനകത്തൊരു വാർത്താ പ്രാധാന്യമുണ്ട്. അപ്പോൾ 2 ദിവസം ചർച്ച ഓടും, അപ്പോൾ കുറച്ച് TRP റേറ്റ് കൂടുതൽ കിട്ടും, അപ്പോൾ കുറച്ച് പരസ്യം കിട്ടും. ഇതാണല്ലോ ഇപ്പോൾ ഇയാളുടെ കൂടെ പിന്നാലെ ഓടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട് നാടിനകത്ത്. സിനിമാ മേഖലയ്ക്കകത്ത് എന്ത് ചെയ്യുന്ന സമയത്തും അതിലേക്ക് കൂടുതൽ ആകർഷകമാകുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാലും ഞാനൊരു പോലീസ് ഡിവൈഎസ്പിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കൺസേർട്ട് നടക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയാണ്, നല്ല കള്ള് കുടിച്ചിട്ട് നല്ല വേഷം കെട്ട് കാണിച്ചിട്ടാണ് സമൂഹത്തിനകത്ത് ആ പരിപാടിക്ക് ആ വ്യക്തി കയറുന്നത്. അപ്പോൾ ഇയാൾ ഈ ഡിവൈഎസ്പി എൻ്റെ അടുത്ത് പറയാണ്, സോഷ്യൽ ജസ്റ്റിസ് ആണ് ഓൻ പറയുന്നത്.
പച്ച തെറി വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കുക, യുദ്ധം നടക്കുക, ബഹളം നടക്കുക. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയും സോഷ്യൽ ജസ്റ്റിസ്. ശരിയാണ്, സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞോട്ടെ. പക്ഷേ സോഷ്യൽ ജസ്റ്റിസ് പറയുന്ന സമയത്ത് അത് കള്ളു കുടിച്ചാലാണ് സോഷ്യൽ ജസ്റ്റിസ് ആവുകയുള്ളൂ, തെറി പറഞ്ഞാലേ സോഷ്യൽ ജസ്റ്റിസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ മൂക്കിൽ വലിച്ചാലേ സോഷ്യൽ ജസ്റ്റിസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ പുക വലിച്ചാലേ സോഷ്യൽ ജസ്റ്റിസ് ആവുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് അധികാരി വർഗം മാറുന്ന ആ സംസ്കാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഹേമ കമ്മിറ്റി വന്നു, അതിനകത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, സിനിമക്കകത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് കാശിറക്കിയിട്ട് സിനിമ എടുത്ത് ഇവനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല രോഹിണി. കാരണം എന്താണെന്നറിയോ, ഇത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആ ഒരു സിനിമ ചെയ്യണം, അത് ഗംഭീരമാകണം, അതൊരു സമൂഹം അംഗീകരിക്കണം, അതൊരു വിനോദമായിട്ട് കണ്ടുകൊണ്ട് ആ സാമ്പത്തിക ബിസിനസ്സൊക്കെ കണ്ടുകൊണ്ട് ചില ആളുകൾ കൊണ്ടുവന്ന് പൈസ ഇറക്കുകയാണ്. ഈ പൈസ ഇറക്കിയിട്ട് ഇവന്മാരുടെ ഈ കൂത്താട്ടമാണ്. കോടിക്കണക്കിന് ഉറുപ്പിയ കാശും മേടിച്ച് റെമ്യൂണറേഷൻ വാങ്ങിച്ച് ഇവൻ 7 മണിക്ക് വരാൻ പറഞ്ഞാൽ 10 മണിക്ക് വന്ന് ചോദ്യം ചെയ്താൽ ഡബ് ചെയ്യാൻ വരില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യമായിട്ട് അഭിനയിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നേരം വൈകിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇവർ തന്നെ പരാതി പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികം എന്താണ്, കാശിറക്കിയവൻ അത് മിണ്ടാതിരുന്ന് ഇവൻ്റെ ഈ വൃത്തികേടുകൾ മുഴുവൻ സഹിക്കുന്നൊരു സാഹചര്യം ഉണ്ടാണ്. ഇത് സമൂഹം ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇടപെടലുകളും ഉണ്ടാവും. ആ ഇടപെടലുകൾ ഉണ്ടാകുന്ന സമയത്ത് സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് ഇവരൊക്കെ ഇത് പഠിക്കുകയുള്ളൂ. കാരണം ആ സംഘർഷം ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തുണ്ടാകണം, സർക്കാർ തലങ്ങളിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ നിരവധി സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള അഭ്യാസങ്ങളെ കൃത്യമായി പഠിച്ച് അല്ലെങ്കിൽ കൃത്യമായി കണ്ടെത്തി അതിനെ ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിനെ ചോദ്യം ചെയ്യണം. ഇവിടെ അത് നടക്കുന്നില്ലല്ലോ. അപ്പൊ എന്താ ഉണ്ടാവുക, വരുന്നവന് കയറിയവനൊക്കെ കയറി നിരങ്ങുന്ന ഒരു സാഹചര്യം ഈ സിനിമാ സാഹചര്യങ്ങളിൽ വരും. സിനിമയ്ക്കകത്തേക്ക് നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ അതിലൂടെ കാണിക്കുന്നത് കൂടുതൽ ജനങ്ങൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. ആ വിപത്തിനെ തടയാൻ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഇറങ്ങി പ്രവർത്തിച്ചില്ല എങ്കിൽ അത് ഉണ്ടാകാൻ പോകുന്ന പ്രയാസം നമുക്കൊന്നും അളക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ നടന്നില്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലുള്ളവർ പോലും അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനാണ് കേരളത്തിന്റെ അവസ്ഥ പോകുന്നത്.